നമ്മൾ 100 ദിവസം കൊണ്ട് 100 ക്ലാസ് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പദ്ധതിയാണല്ലേ ഇത്. അതിൻ്റെ 13ാമത്തെ ദിവസമാണിത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മലയാളത്തിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിത് ഉപയോഗിച്ചാണ് ഏത് ഭാഷയും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഷെയറും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. നിൻ്റെ എല്ലാ തുണിയും നീ നനയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അലക്കണം കേട്ടോ. You should wash all the clothes daily. എല്ലാ ദിവസവും അല്ലേ, ഡെയിലി. യു ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. എന്താണ്, നിർബന്ധമില്ല, പക്ഷെ ഒരു ഉപദേശം പോലെയാണ്. ഭയങ്കര മണം വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ. യു ഷുഡ് വാഷ് ഓൾ ദ ക്ലോത്ത്സ് ഡെയിലി. ഇനിയിപ്പോൾ എല്ലാ ദിവസവും തേക്കണമെന്ന് അങ്ങനെ പറഞ്ഞു. യു ഷുഡ് അയൺ ഓൾ ദ ക്ലോത്ത്സ് ഡെയിലി, അല്ലെങ്കിൽ എവറി ഡേ എന്ന് തീർച്ചയായിട്ടും പറയാം. യു ഷുഡ് അയൺ ഓൾ ദ ക്ലോത്ത്സ് ഡെയിലി. തുണി തേച്ചായിരുന്നോ? കറക്റ്റ്. ഡിഡ് യു അയൺ ദ ക്ലോത്ത്സ്? ഡിഡ് യു അയൺ ദ ക്ലോത്ത്സ്? തേച്ചായിരുന്നു. യെസ് ഐ ഡിഡ്. തേച്ചില്ല. നോ ഐ ഡിഡ്ന്റ്. നോ ഐ ഡിഡ്ന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലേ, മൊത്തം പറയേണ്ട ആവശ്യമില്ല. യെസ് ഐ ഡിഡ് അയൺ ദ ക്ലോത്ത്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. യെസ് ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ മതി. ഡിഡ് യു അയൺ ദ ക്ലോത്ത്സ്? യെസ് ഐ ഡിഡ്. നോ ഐ ഡിഡ്ന്റ്. ഇതെല്ലാം ഷെൽഫിൽ വെച്ചാലോ കേട്ടോ. Please put all these things on the shelf. Please put all these things on the shelf. Please put all these things on the shelf. എല്ലാ തറയും ദിവസവും തൂത്ത് കുറച്ചിടണം കേട്ടോ. Please sweep and clean all the floors daily. Please make the bed. ബെഡൊക്കെ നന്നായിട്ട് വിരിച്ച് മടക്കി കൃത്യമായിട്ട് വെക്കണം കേട്ടോ. Please make the bed. Please keep the things neat. ഈ തിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എന്നുള്ളൊരർത്ഥമാണ്. പ്ലീസ് കീപ് തിങ്സ് നീറ്റ്. നന്നായിട്ട് ഇടണം കേട്ടോ. പ്ലീസ് വാഷ് ആൻഡ് അയൺ യുവർ ക്ലോത്ത്സ്. പ്ലീസ് വാഷ് ആൻഡ് അയൺ യുവർ ക്ലോത്ത്സ്. എനിക്ക് അവനെ അറിയാം. ഐ നോ ഹിം. ഇവിടെ അറിയാം എന്നുള്ളതാണ് ഐ നോ ഹിം. എനിക്ക് അറിയാം. ഐ നോ ഹിം. എനിക്ക് ആ ഹോട്ടൽ അറിയാം. ഐ നോ ദാറ്റ് ഹോട്ടൽ. ഐ നോ ഹിം. ഐ നോ ദാറ്റ് ഹോട്ടൽ. ഞാൻ ടോമിനെ നോക്കുകയാണ്. ഇവിടെ ഇതിന് രണ്ടർത്ഥമാണുള്ളത് അല്ലേ. എന്താണ്, ഞാൻ ടോമിനെ നോക്കി നടക്കുക എന്നുള്ളൊരിടത്ത് നമ്മൾ ഞാൻ ടോമിനെ നോക്കുകയാണ് എന്ന് പറയുള്ളൂ. ഇനി ടോമിന് എന്തെങ്കിലും ഒരു കൊച്ചു പയ്യനാണ് ടോം, അപ്പോൾ ഞാൻ ടോമിനെ നോക്കുകയാണ്. കുഞ്ഞു പയ്യനില്ല, അവനെ നോക്കുകയാണ്. അല്ലെങ്കിൽ ടോം ആശുപത്രിയിലാണ്, ഞാൻ അവനെ നോക്കുകയാണ്, അവന് സഹായമായിട്ട് നിൽക്കുകയാണ്. ഈ രണ്ടർത്ഥത്തിൽ ഞാൻ ടോമിനെ നോക്കുകയാണെന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. അത് നമുക്ക് എങ്ങനെ പറയാം? ഐ എം ലുക്കിംഗ് ഫോർ ടോം എന്ന് പറഞ്ഞാൽ ഞാൻ ടോമിനെ തപ്പി നടക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ ടോം. ഐ എം ലുക്കിംഗ് ആഫ്റ്റർ ടോം. ഓക്കെ, ഞാൻ ടോമിനെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ടോം ഒരു കൊച്ചു പയ്യനാണ്, ഞാൻ ടോമിനെ നോക്കുന്നത്. ഐ എം ലുക്കിംഗ് ഫോർ ടോം. ഐ എം ലുക്കിംഗ് ആഫ്റ്റർ ടോം. ഐ എം ലുക്കിംഗ് ആഫ്റ്റർ മൈ കിഡ്സ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കുന്നത്. ഐ എം ലുക്കിംഗ് ആഫ്റ്റർ മൈ കിഡ്സ്. ഐ എം ലുക്കിംഗ് ഫോർ മൈ ക്യാറ്റ്. പൂച്ചയെ നോക്കി കിടക്കുക, കാണാതെ അല്ലേ. ഐ എം ലുക്കിംഗ് ഫോർ മൈ ക്യാറ്റ്. അവൻ കാണാതെ പോയ താക്കോല് തപ്പുകയാണ്. ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് ലോസ്റ്റ് കീ. ഇപ്പോഴും കാണാതെ പോയ സ്ഥാനത്ത് നമുക്ക് ലോസ്റ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അവൻ കാണാതെ പോയ കാർ തപ്പാണ്. ഹീസ് ലുക്കിംഗ് ഫോർ ഹിസ് ലോസ്റ്റ് കാർ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ കാണാതെ പോയ പേന ലോസ്റ്റ് പെൻ. ഹീസ് ലുക്കിംഗ് ഫോർ ഹിസ് ലോസ്റ്റ് കീ. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞു, എനിക്ക് ഡോക്ടറിൻ്റെ പെട്ടാണ്, കുഞ്ഞു കൊച്ചാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഒരു ടോയ് പോലത്തെ ഒരു പെട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞാൽ, ഐ വോണ്ട് ദ ഡോക്ടർ സെറ്റ്, അല്ലെങ്കിൽ ഐ വോണ്ട് ദ ഡോക്ടർ സൂട്ട് കേസ് എന്നാണ്. ഇനി അതല്ല പ്രധാനം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ വിൽ ഗെറ്റ് വൺ ഫോർ യു. ഐ വിൽ ഗെറ്റ് വൺ ഫോർ യു. ഇതിങ്ങനെ വേണം പറയാം. ഐ വിൽ ബൈ വൺ ആൻഡ് ഗിവ് ടു യു. ഐ വിൽ ഗെറ്റ് വൺ ഫോർ യു. ഐ വിൽ ബൈ വൺ ആൻഡ് ഗിവ് ടു യു. അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞ് ഒരു ടോയ് ജിറാഫിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നാളെ പോയി ഒരെണ്ണം വാങ്ങിക്കാം എന്നങ്ങനെ പറയാം. ലെറ്റ്സ് ഗോ ആൻഡ് ബൈ വൺ ടുമോറോ. ലെറ്റ്സ് ഗോ ആൻഡ് ബൈ വൺ ടുമോറോ. എനിക്കൊരു റൊട്ടി അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് ചുട്ടു തരാമോ? നമ്മൾ ദോശക്കല്ല വെച്ച് ചുട്ടെടുക്കുമല്ലോ, അത് തരാമോ? ക്യാൻ യു മേക്ക് എ ബ്രെഡ് ടോസ്റ്റ് ഫോർ മീ പ്ലീസ്? ക്യാൻ യു മേക്ക് എ ബ്രെഡ് ടോസ്റ്റ് ഫോർ മീ പ്ലീസ്? ഈ ചോദിക്കുക എന്നുള്ളതിന് ആസ്ക് എന്നാണ് വന്നല്ലേ. ഇപ്പം നമ്മൾ രവി എന്ത് ചെയ്യുക? രവി സാറിനോട് ചോദിച്ചിട്ട് പോയി. വേർ ഇസ് രവി? രവി ആസ്ക്ഡ് സർ ആൻഡ് ലെഫ്റ്റ്. രവി ആസ്ക്ഡ് സർ ആൻഡ് ലെഫ്റ്റ്. ഇവിടെ ഈ ചോദിച്ചു എന്നുള്ളത് നമ്മൾ പെർമിഷൻ ചോദിച്ചു എന്നുള്ളതാണല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? രവി ടുക്ക് എ പെർമിഷൻ ഫ്രം സർ ആൻഡ് ലെഫ്റ്റ്.
Baby took a permission from sir and left. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഐ വിൽ ആസ്ക് മൈ മദർ ആൻഡ് ടെൽ യു. അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട് അറിയിക്കാം എന്ന് വെച്ചിട്ടുണ്ട് ഫോർമലായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഐ വിൽ ആസ്ക് മൈ മദർ ആൻഡ് ലെറ്റ് യു നോ. അറിയിക്കാം, ലെറ്റ് യു നോ. ഐ വിൽ ആസ്ക് മൈ മദർ ആൻഡ് ടെൽ യു. ഐ വിൽ ആസ്ക് മൈ മദർ ആൻഡ് ലെറ്റ് യു നോ. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് വരാം. ഐ വിൽ ആസ്ക് മൈ ബ്രദർ ആൻഡ് കം. ഐ വിൽ ആസ്ക് മൈ ബ്രദർ ആൻഡ് കം. മുറിക്കുന്നത് നമ്മൾ കട്ടെന്നാണ് പറയുന്നല്ലേ. സെർവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. പ്ലീസ് കട്ട് ദ മാംഗോ ആൻഡ് സെർവ് ഇറ്റ്. പ്ലീസ് കട്ട് ദ മാംഗോ ആൻഡ് സെർവ് ഇറ്റ്. ഓ, ഇത് അടിപൊളി മാങ്ങ ആണല്ലോ. ആരെ മാങ്ങ കൊണ്ടുവന്ന്? ഇറ്റ്സ് ഡെലീഷ്യസ്. ഹു ബ്രോട്ട് ദിസ് മാംഗോ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അടിപൊളി ആണല്ലോ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അത് നമുക്ക് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ അല്ലേ, നല്ല രുചികരമായിട്ടുള്ള അത് തന്നെയാണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ബ്രിങ്ങിൻ്റെ പാസ്റ്റൻസ് ആണ് ബ്രോട്ട്. ഇറ്റ്സ് ഡെലീഷ്യസ്. ഹു ബ്രോട്ട് ദിസ് മാംഗോ. ഇറ്റ്സ് ഡെലീഷ്യസ്. ഹു ബ്രോട്ട് ദിസ് മാംഗോ. കഴിഞ്ഞ ദിവസം എന്നോട് കമൻറ്റിലായിരുന്നു ചോദിച്ചു, ഈ കൂജ എന്നുള്ളതിൻ്റെ നമ്മൾ ഈ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്ന കൂജ ഉണ്ടല്ലോ, ഈ കൂജയുടെ ഇംഗ്ലീഷ് എന്താണ്? കൂജയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ക്ലേ വാട്ടർ ജഗ് എന്ന് പറയാം. എന്താണ് ചെയ്യുന്നത്? ഇറ്റ് കീപ്സ് ദ വാട്ടർ കൂൾ. ക്ലേ വാട്ടർ ജാഗ്. പകർത്തുക അല്ലെങ്കിൽ ഒഴിക്കുക എന്നുള്ളതിന് പോർ എന്നാണ് ഇംഗ്ലീഷ്. ആ കൂജയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചേ. പ്ലീസ് പോർ വാട്ടർ ഇൻ ദി ജാഗ്. പ്ലീസ് പോർ ദ വാട്ടർ ഇൻ ദ ജാഗ്. വെള്ളം തണുപ്പിച്ചിട്ട് കൂജയിൽ ഒഴിച്ചു വെച്ചേ. പ്ലീസ് കൂൾ ദ വാട്ടർ ആൻഡ് പോർ ഇറ്റ് ഇൻ ദി കൂജ. അപ്പോൾ നമുക്ക് കൂജ എന്ന് പറയാമോ? കാരണം ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലേ വാട്ടർ ജഗ് എന്ന് പറയും. പക്ഷേ ഇത് നമ്മുടെ ഇവിടെ മാത്രമുള്ളതെന്നല്ല, ഒരു കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എ ക്ലേ കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തണുത്ത എന്നുള്ളത് കോൾഡാണ്. തണുത്തു പോയി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം, ഗോട്ട് കോൾഡ് അല്ലെങ്കിൽ ഗോട്ടൻ കോൾഡ് എന്ന് പറയാം. അപ്പോൾ ഇത് തണുത്തുപോയി, ഇറ്റ് ഹാസ് ഗോട്ടൻ കോൾഡ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട്, അല്ലെങ്കിൽ V2 ആണ് ഗോട്ട്. അതിൻ്റെ V3 ഗോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഗോട്ടൻ എന്ന് പറയാം. അപ്പോഴേ നമുക്ക് ഇറ്റ് ഹാസ് ഗോട്ടൻ കോൾഡ്. ഇറ്റ് ഹാസ് ഗോട്ടൻ കോൾഡ് എന്ന് എങ്ങനെ വന്നു? അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് തണുത്തുപോയി, അത് തണുത്തുപോയി. ഇറ്റ് ഹാസ് ഗോട്ടൻ കോൾഡ് അല്ലെ ഇറ്റ് ഹാസ് ഗോട്ട് കോൾഡ്. ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ബിക്കം കോൾഡ് എന്ന് വേണമെങ്കിലും പറയാം. എൻ്റെ ചായ തണുത്തുപോയി. മൈ ടീ ഹാസ് ഗോട്ടൻ കോൾഡ്. മൈ ടീ ഹാസ് ബിക്കം കോൾഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ബിക്കമിൻ്റെ പാസ്റ്റ് സെൻസ് ബിക്കെയിമും അതിൻ്റെ V3 വീണ്ടും ബിക്കം തന്നെയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ബിക്കം കോൾഡ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഹാസ് ബിക്കം കോൾഡ്. മൈ ടീ ഹാസ് ഗോട്ട് കോൾഡ്. മൈ ടീ ഹാസ് ഗോട്ടൻ കോൾഡ്. മൈ ടീ ഹാസ് ബിക്കം കോൾഡ്. ചൂടാക്കുക എന്നുള്ളതിനെ ഹീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മേക്ക് ഇറ്റ് ഹോട്ട് എന്ന് പറയാം. ഈ ചായ ഒന്ന് ചൂടാക്കാവോ? ക്യാൻ യു ഹീറ്റ് ദ ടീ പ്ലീസ്? ക്യാൻ യു മേക്ക് ദ ടീ ഹോട്ട് പ്ലീസ്? ക്യാൻ യു ഹീറ്റ് ദ ടീ പ്ലീസ്? ക്യാൻ യു മേക്ക് ദ ടീ ഹോട്ട് പ്ലീസ്? തണുപ്പിക്കുക എന്നുള്ളതിന് കൂൾ ഓഫ് എന്നാണ് പറയുന്നത്. കൂൾ ഓഫ്. ഈ ചായ ഒന്ന് തണുപ്പിക്കാവോ? ക്യാൻ യു കൂൾ ഓഫ് ദ ടീ പ്ലീസ്? ക്യാൻ യു കൂൾ ഓഫ് ദ ടീ പ്ലീസ്? ഈ ഉപ്പ് പാത്രം ഒന്ന് നിറച്ചുകൊണ്ട് വരുമോ? നമ്മളിപ്പോൾ സാധാരണ ഉപ്പ് പിന്നെ ഈ ടേബിളിലൊക്കെ വെക്കുന്ന ആ ഉപ്പ് പാത്രം ഉദ്ദേശിച്ച് അതൊന്ന് നിറച്ചുകൊണ്ട് വരുമോ? അതിനെന്താണ് പറയുന്നത്? അതിനാണ് പറയുന്നത് എന്താണ്? സോൾട്ട് ഷേക്കർ. സോൾട്ട് ഷേക്കർ. നമ്മളത് ഷേക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കല്ലേ, കുലുക്കയാണല്ലോ ഇടുന്നത്, അതുകൊണ്ടാണ് സോൾട്ട് ഷേക്കർ എന്ന് പറയുന്നത്. ക്യാൻ യു പ്ലീസ് ഫിൽ ദ സോൾട്ട് ഷേക്കർ ആൻഡ് ബ്രിങ് ഇറ്റ്? ക്യാൻ യു പ്ലീസ് ഫിൽ ദ സോൾട്ട് ഷേക്കർ ആൻഡ് ബ്രിങ് ഇറ്റ്? ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും സാധാരണ ഉപ്പിൻ്റെ കൂടെ വെക്കാറുണ്ടല്ലേ, ആ കുരുമുളക് പാത്രം ഒന്ന് നിറച്ച് മേശ വെച്ചാൽ പ്ലീസ് ഫിൽ ദ പെപ്പർ ഷേക്കർ ആൻഡ് സെറ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. പ്ലീസ് ഫിൽ ദ പെപ്പർ ഷേക്കർ ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ ടേബിൾ. പുട്ട് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ സെറ്റ് വേണമെങ്കിലും പറയാം. ഇനി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ജോലിക്കാരി അല്ലെങ്കിൽ വേലക്കാരിക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നുള്ളത്? വേലക്കാരിക്ക് നമുക്ക് മെയ്ഡ് സെർവൻറ്റ് എന്ന് പറയാം. മെയ്ഡ് സെർവൻറ്റ്. മെയ്ഡ് സെർവൻറ്റ്. അപ്പം പോവാണല്ലേ. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചതല്ലേ, അതെന്താ ഇംഗ്ലീഷിൽ പറഞ്ഞ? ആർ യു ഗോയിങ് നൗ? ആർ യു ഗോയിങ് നൗ? ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, ഒന്ന് ഇട്ടരോ കേട്ടോ. ആർ യു ഗോയിങ് നൗ? യെസ് ഐ ആം. അതോ ഞാൻ പോവാണ്. യെസ് ഐ ആം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിക്കുക. നിങ്ങൾ പഠിച്ച ഒരു വാചകമെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.